സ്വന്തം ശരീരത്തിന്റെ പകുതി ഭാഗം പാർവതീദേവിക്കായി പകുത്തു കൊടുത്ത ത്യാഗമൂർത്തിയാണ് ശ്രീ പരമേശ്വരൻ. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ അർദ്ധനാരീശ്വരൻ എന്ന പേര് വന്നതും. ഈ പ്രപഞ്ചത്തിലെ എല്ലാവരെയും അർദ്ധനാരീശ്വരരായിട്ടാണ് ഈശ്വര സൃഷ്ടിച്ചിരിക്കുന്നതെന്നും എല്ലാ പുരുഷന്മാരുടെയും ശരീരത്തിന്റെ ഇടതുവശം സ്ത്രീകൾക്ക് വേണ്ടി പകുത്തു കൊടുത്തിട്ടുള്ളതാണെന്നും ദാമ്പത്യ ജീവിതത്തിൽ പുരുഷനും സ്ത്രീക്കും തുല്യ പ്രാധാന്യമാണെന്നും പുരുഷനേക്കാൾ ശാരീരികമായി ശക്തി കുറഞ്ഞ സ്ത്രീയെ തന്റെ ഇടതുവശത്ത് ചേർത്ത് നിർത്തി ശക്തി കൊടുക്കണമെന്നും ശിവപുരാണത്തിൽ പറയുന്നു. സ്ത്രീയെ മാതാവായും ദേവതയായും സങ്കല്പിക്കണമെന്നും ശ്രീ പരമേശ്വരനെ അച്ഛനായും പാർവതീദേവിയെ അമ്മയായും കണ്ട് പ്രാർത്ഥിക്കണമെന്നും സ്ത്രീകളെ പൂജിക്കുന്ന സ്ഥലത്ത് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നും സ്ത്രീയുടെ കണ്ണുനീർ വീഴുന്നിടം നശിക്കുമെന്നും കൂടി ശിവപുരാണത്തിൽ പറയുന്നുണ്ട്. സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിനും കുടുംബജീവിതത്തിനും അർദ്ധനാരീശ്വരനെ സങ്കല്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. പ്രശസ്തമായ ക്ഷേത്രങ്ങൾ കൂടാതെ നിരവധി അർദ്ധനാരീശ്വര ക്ഷേത്രങ്ങൾ കേരളത്തിലുടനീളമുണ്ട്. അതറിയാവുന്ന പ്രേക്ഷകർ അറിയാത്തവർക്ക് വേണ്ടി കൂടി കമന്റ് ചെയ്താൽ ഉപകാരമായിരിക്കും. ഓം അർദ്ധനാരീശ്വരായ നമഃ.